കാച്ചിൽ ഉണ്ടാക്കാൻ തുടങ്ങാം. കാച്ചില് 3-4 ടൈപ്പ് ഉണ്ട്. അപ്പൊ അതില് വെളുത്തതുണ്ട്, ഇതുപോലെ തന്നെ വയലറ്റ് കളർ തൊലിയോട് കൂടിയതുണ്ട്, ഇനി മുഴുവൻ ഉള്ളിൽ വയലറ്റ് കളറിലുള്ളതുണ്ട്, ഏകദേശം ഉജാല കളർ പോലെ കേട്ടോ. ഇതെല്ലാം കാച്ചിൽ തന്നെയാണ്. ചിലർ ഇതിനെ കാവത്ത് എന്നൊക്കെ പറയും. തൃശ്ശൂർ വയനാട് സ്ഥലങ്ങളിലോട്ടൊക്കെ കാവത്താണ്, കോട്ടയം സൈഡിലോട്ടൊക്കെ കാച്ചിൽ എന്നാണ് പറയുന്നത്. ഇതിനൊക്കെ നല്ല പോഷക ഗുണങ്ങളുള്ളതാണ്. ഇപ്പൊ മഴക്കാലമൊക്കെ ആവുമ്പോൾ വീടുകളിൽ പണ്ടൊക്കെ ഇതൊക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്, കപ്പ, കാച്ചില്, ചക്ക അങ്ങനെയൊക്കെ. അപ്പൊ ഇതൊക്കെ നല്ല ഗുണമുള്ളതാണ്. പറിച്ചെടുത്ത കാച്ചില് ഇതെനിക്ക് സിനി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചി തന്നാ കേട്ടോ. സിനി ചേച്ചിക്ക് താങ്ക് യു എനിക്ക് കാച്ചില് തന്നതിന്. പിന്നെ ഇതിന്റെ മുളയുള്ള ഭാഗം അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റും. ബാക്കി ഭാഗങ്ങളൊക്കെ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കും. ഇതിൽ ഒരുപാട് മണ്ണ് ഒക്കെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ, ഇങ്ങനെ ഇരിക്കും കേട്ടോ. എന്നിട്ട് ഇതിന്റെ ഈ തൊലി ലേശം കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചീകി കളയണം. അത് എളുപ്പം പോയി കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഒരുമാതിരി ഉജാല കളർ പോലെയൊക്കെ തൊലിക്കുള്ളത്. ഇത് എങ്ങോട്ട് വേണേലും ചീകാം. കോട്ടയം സ്റ്റൈലിൽ അങ്ങോട്ടും തൃശ്ശൂർ വയനാട് സ്റ്റൈലിൽ നമ്മുടെ മുമ്പോട്ടുമാണ് പുറകോട്ടും ഒക്കെ ആയിട്ടാണ് അരിയുന്നത്. അതിപ്പോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെത്തിയെടുക്കാം. ഇത് എളുപ്പം വെന്ത് വരും എന്നുള്ളതാണ്. കപ്പ പോലെയല്ല, അതിനേക്കാളും സ്പീഡിൽ വെന്ത് വരും. ഇത് മൺകലത്തിലാണ് നമ്മൾ പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. അപ്പൊ മൺകലം ഒന്നുമില്ലെങ്കിൽ മൺചട്ടി ചെയ്യാം. വലിയ മൺചട്ടി ഉണ്ടെങ്കിൽ മണ്ണൊക്കെ നന്നായിട്ട് കഴുകി എടുക്കണം. അത്രയും ഒന്നും പോകത്തുന്നില്ല കേട്ടോ, കുറേയൊക്കെ തൊലിയെ പറ്റി പിടിച്ചിരിക്കും. ഇതിന്റെ ഈ വേര് പോലെയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയെടുക്കാം. എളുപ്പം നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. ചെറിയ വഴുവഴുപ്പ് ഉണ്ടാകും, അതങ്ങനെയാണ് ഈ കാച്ചിലിനുള്ളത്. ഇപ്പൊ ചിലർക്ക് ഇതൊക്കെ എടുക്കുകയും പറക്കുകയും ചെയ്യുമ്പോൾ ചിലരും പറയാം അയ്യോ കൈ ചൊറിയുന്നു അങ്ങനെയൊക്കെ പറയും. ചേനയും ചേമ്പും കാച്ചിലും ഒക്കെ എടുക്കുന്ന ചിലർക്ക് കൈ ചൊറിയുന്നുണ്ടെങ്കിൽ ഇത് ഈ ചെത്തി എടുക്കുന്നതിന് മുന്നം തന്നെ വെള്ളം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെക്കുവാണെങ്കിൽ നിങ്ങളുടെ കൈയുടെ ചൊറിച്ചിൽ പോകും. അല്ലെങ്കിൽ നിങ്ങൾ കയ്യിൽ എണ്ണ തേച്ചിട്ട് വന്ന് ചെയ്തെടുത്താലും മതി, അപ്പോഴൊന്നും ഒരു ചൊറിച്ചിലൊന്നും ഉണ്ടാകില്ല കേട്ടോ. ഇതിപ്പോ നമ്മൾ ഒരുവിധം നല്ലപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നേരെ വെള്ളത്തിലോട്ടാട്ടോ ഇടുന്നത്, അല്ലെങ്കിൽ ഇതിനൊരു കളറിനൊരു മാറ്റം വരും. ഈ വെള്ള കളർ ഇങ്ങോട്ട് മാറി വരും. വേണമെങ്കിൽ കഷ്ണങ്ങളാക്കി ഇപ്പോൾ തന്നെ ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് ആദ്യം എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതാണ് ഇപ്പൊ ആദ്യം ചെയ്തെടുക്കേണ്ടത്. ഇത് കടകളിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളത് മേടിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വേണമെങ്കിൽ സ്ലൈസ് ആയിട്ട് എടുക്കാം. ഇങ്ങനെയാണ് പൊതുവെ ഞങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളത്. എളുപ്പം വെന്ത് വരികയും ചെയ്യും, കഴിക്കാനും വളരെ എളുപ്പമാണ്. മറ്റേ ക്യൂബായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ വേണേലും കട്ട് ചെയ്യാം. ഇതിപ്പോ ഒരു വലിപ്പം കണക്കാക്കി എങ്ങോട്ട് വേഗം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എളുപ്പം കട്ട് ചെയ്യുക, അതിനുള്ള കട്ടിയേ ഉള്ളൂ ഇതിന്. ഇനി ഇപ്പൊ കഴുകണ്ട കേട്ടോ. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കഴുകേണ്ട കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഒരു അലുമിനിയം കലാട്ടോ എടുത്തേക്കുന്നത്. വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളം തിളച്ച് വരട്ടെ, അപ്പൊ നമുക്ക് ഇത് ഇതിലോട്ട് ഇടാം. എന്റെ കൈയൊന്നും ചൊറിയില്ല, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തിളയ്ക്കാൻ വെള്ളം വെക്കാത്തത്. ഇപ്പൊ വെള്ളം തിളച്ച് വരുന്നുണ്ട്. ആ നേരത്തിന് നമ്മള് കാച്ചില് ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം വേഗം ചെയ്ത് വെക്കാൻ, അല്ലെങ്കിൽ ഒരു തവിക്കകത്താക്കി ഇറക്കി കൊടുത്താലും മതി. ഇത് അത്യാവശ്യം നികക്കെ വെള്ളം മതി കേട്ടോ. ഇത്തിരി ലേശം കൂടിപ്പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇപ്പൊ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഉപ്പ് ചേർത്താൽ മതി. കുക്കറിൽ വേണമെങ്കിൽ കുക്കറിലും വേഗം ചെയ്തെടുക്കാം, ഒറ്റ വിസിലേ അടിക്കാവുള്ളൂ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളയ്ക്കാൻ അനുവദിക്കുന്നതിന് മുന്നേ ഞാൻ കുറച്ച് ഉപ്പ് കല്ല് കേട്ടോ, ഉപ്പ് പൊടിയല്ല ഉപ്പ് കല്ലിടണം, എങ്കിൽ മാത്രമേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് മുളക് പൊട്ടിക്കാൻ പോകും. അതിന് വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും ചുവന്നുള്ളിയും ഒരു വെളുത്തുള്ളിയും കുറച്ച് പച്ചമുളകും, കാന്താരിമുളക് ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വറ്റൽമുളക് ചുട്ടെടുത്തത് വേണമെങ്കിൽ ഇതിന് പകരം ചേർക്കാം. ഒരു വിധം ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഈ ഇൻഗ്രീഡിയന്റ് മാത്രം ഓർത്താൽ മതി, ഇതിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ആൾക്കാരുടെ എണ്ണത്തിനനുസരിച്ച് കേട്ടോ. ഞാനിപ്പോ അരകല്ലെ വെച്ച് ചതച്ചെടുത്തോണ്ട് വന്നതാണ് ഇത്. ഇപ്പൊ ഞാനൊരു ശകല വെളിച്ചെണ്ണ പേരിനൊന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇതിപ്പോ ഒരു 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാനിപ്പോ ഈ അളവിനെടുത്തേക്കുന്നത്. ഇതിങ്ങി ഇതിവിടെ മാറ്റി വെക്കാം നമുക്ക്. നമുക്കിപ്പോ കാലത്തിന്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇവിടെ ഇപ്പൊ തിളച്ച് മറിഞ്ഞ് തുള്ളി കളിച്ച് നിൽക്കുവാണ്. ഇപ്പൊ എന്തായി അവസ്ഥയെ നോക്കണ്ടേ? ഉള്ളിലുള്ള ആളെ ഇതുവരെ ശരിക്കും കാണാൻ പറ്റിയിട്ടില്ലല്ലേ. ഈ തവിക്ക് എടുത്തതിന് ശേഷം 1 സ്പൂൺ കണ്ടോ, അപ്പൊ തന്നെ അത് ഉടഞ്ഞു പോയി. അതിന്റെ അർത്ഥം അത് വെന്തു എന്നാണ്. ഇത് വെന്തു കണ്ടില്ലേ, തൊട്ടപ്പോ തന്നെ അത് പൊട്ടിപ്പോന്നു. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് അതി കൂടുതൽ ഒട്ടും വരില്ല, വേഗം വെന്ത് കിട്ടും. നന്നായിട്ട് തിളച്ച വെള്ളത്തിലോട്ടാണ് ഇടുന്നതെങ്കിൽ. നമ്മുടെ കാവത്ത് അഥവാ കാച്ചിലിന്റെ പരിപാടി ഏകദേശം ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയേക്കുവാണ്. നമുക്കിനി അടുത്ത പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഊറ്റിയെടുക്കണം. ഞാൻ ഇപ്പൊ ഊറ്റുന്ന സമയത്ത് ഞാനൊരു പ്ലേറ്റ് തയ്യാറാക്കി വെച്ചിരുന്നു, തിന്നാനുള്ളത് നമ്മൾ നോക്കണ്ടേ. എന്നിട്ട് ഞാൻ ഊറ്റിക്കൊണ്ട് വന്നിട്ട് നേരെ പ്ലേറ്റിലോട്ട് ആക്കുവാണ്. ചൂടോടെ ഇതും ഈ മുളക് പൊട്ടിച്ചതും കൂടെ കൂട്ടി കഴിക്കുമ്പോ എന്താ മഴയത്ത് നല്ല സുഖല്ലേ. പണ്ടൊക്കെ കാരണവന്മാർ ഇതൊക്കെയാണ് കഴിച്ചിരുന്നത്, അതുകൊണ്ട് അവർക്കൊന്നും അധികം അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അതുപോലെ തന്നെ പഴയങ്കഞ്ഞി, അങ്ങനെ കുറെ രീതികൾ, അതൊക്കെ ഞാൻ പുറകെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ഇതല്ലേ മുമ്പിലിരിക്കുന്നത്. അപ്പൊ നമുക്ക്
നമുക്കിത് ആദ്യം തിന്നു നോക്കാം. ഞാനിപ്പോ ഒരു ശകലം കാച്ചില്, ഒരു രക്ഷയില്ല, പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് ശകലം മുളക് അതിന്റെ അത് ഒരു ഉള്ളിക്കഷ്ണം എടുത്ത് വേഗം വായിലോട്ട് വെച്ച് നോക്കി. എന്താ ടേസ്റ്റ്. ഇനി ഇതിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞ് ഞാൻ വീഡിയോ കാണിച്ചു കഴിഞ്ഞാൽ ശരിയാകൂല. ഞാനിപ്പോ ഇത് വീഡിയോ ഓഫ് ചെയ്തിട്ട് വേഗം പോയിട്ട് ഇത് കഴിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത റെസിപ്പിയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.